വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ജി കെ റാങ്ക് കോർണറിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതകൾ വന്നിട്ടുള്ള ചില പൊസിഷനുകളാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ജി കെ റാങ്ക് കോർണർ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ PSC ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ചാനലിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ജി കെ റാങ്ക് കോർണർ എന്ന വീഡിയോ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള കുറച്ച് വനിതകളെയാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? പ്രതിഭ പാട്ടിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിര ഗാന്ധി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യയിൽ മജിസ്ട്രേറ്റ് ആകുന്ന ആദ്യ വനിത ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുചേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അഡ്വക്കേറ്റ് കോർണേലിയ സൊറാബ്ജി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കർ മീര കുമാർ. UN ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത വയലറ്റ് ആൽവ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ ഇന്ത്യൻ വനിത ഫാത്തിമ ബീവി. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ ഇന്ത്യൻ വനിത അന്ന ചാണ്ഡെ. മേയറായ ആദ്യ ഇന്ത്യൻ വനിത താര ചെറിയാൻ. നിയമസഭാ സ്പീക്കറായ ആദ്യ ഇന്ത്യൻ വനിത ഷാനോ ദേവി. ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത സുശീല നെയ്യാർ. ഇന്ത്യയിൽ ആദ്യമായി വിദേശകാര്യ സെക്രട്ടറി പദവിയിലെത്തിയ വനിത ചോക്കില അയ്യർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. ലോക ആരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത് കൗർ. ചൈനീസ് അംബാസിഡറായ ആദ്യ ഇന്ത്യൻ വനിത നിരുപമ റാവു. ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ ഇന്ത്യൻ വനിത ദുർഗാബായ് ദേശ്മുഖ്. ഓസ്കാർ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ബാനു അത്തയ്യ. സ്വതന്ത്ര ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യ ഇന്ത്യൻ വനിത ആനി ബസന്റ്. ഉർവശി അവാർഡ് നേടിയ ആദ്യ വനിത നർഗീസ് ദത്ത്. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ വനിത അമൃത പ്രീതം. ജ്ഞാനപീഠം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആശ പൂർണാദേവി. പുലിറ്റ്സർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ജുംബ ലാഹിരി. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധി. പൈലറ്റ് ലൈസൻസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഊർമിള കെ പരീഖ്. വനിതാ കമേഴ്സ്യൽ പൈലറ്റായ ആദ്യ ഇന്ത്യൻ വനിത പ്രേം മാത്തൂർ. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത വിജയലക്ഷ്മി. സ്റ്റേഷൻ മാസ്റ്റർ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത റിങ്കു സിൻഹ റോയ്. ലഫ്റ്റനന്റ് ജനറൽ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത പുനിത അറോറ. ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിത മിതാലി രാജ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ലീല സേത്ത്. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹ. ജിബ്രാൾട്ടൻ കടൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി പ്രധാൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രി പാൽ. ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത റീത്ത ഫാരിയ. വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സുസ്മിത സെൻ. മിസ് എർത്ത് പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത നിക്കോള ഫാരിയ. മരണാനന്തരം ഭാരതരത്നം നേടിയ ആദ്യ വനിത അരുണ അസഫ് അലി.
ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആദ്യമായിട്ടായത് ജയന്തി പട്നായിക്. IAS ഓഫീസറായ ആദ്യ ഇന്ത്യൻ വനിത അന്ന മൽഹോത്ര. IPS ഓഫീസറായ ആദ്യ ഇന്ത്യൻ വനിത കിരൺ ബേദി. DGP ആയ ആദ്യ ഇന്ത്യൻ വനിത കാഞ്ചൻ ഭട്ടാചാര്യ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് എന്താ പറയാ ഉയർന്ന പദവിയിലെത്തിയ ചില ഇന്ത്യൻ വനിതകളെ കുറിച്ചാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സുകളിലും ഇത്തരം ടോപ്പിക്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള GK അറിയാത്ത കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ വളരെയധികം ഗുണപരമാകും. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൂടെ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.